നിറയെ ആളല്ലേ, എന്താ നമ്മൾ ചെയ്യാ? എന്താ ചെയ്യാ? ഓടിക്കൂടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുവരും. നല്ലൊരു മനസ്സാണ്, ആ മനസ്സിനെ അഭിനന്ദിക്കുകയാണ്. എന്ത് ചെയ്യും? ആരെന്ത് എങ്ങനെ ചെയ്യും? പരിഗണിക്കും. അന്നപ്പെട്ട് ഇങ്ങനെ കുരിയ സത്യമാണ്. ഇപ്പൊ ഒരു 10-15 സെക്കൻഡായി പലരും ഇടപെട്ടില്ല. എല്ലാവർക്കും പറയട്ടോ, എല്ലാവരും പറയണം. നിങ്ങൾ ചെറുതായി കാണാൻ വലുതായി കാണാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നോക്കൂല്ലേ? അടിപൊളി ഉത്തരം. അതിന് നമ്മളെ പരിശീലനത്തിൽ കൃത്യമായിട്ടൊരു വാക്കുണ്ട്. എന്താ പറയുക? അതെ അതെ, അതായത് രക്ഷാപ്രവർത്തന രംഗത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് സീൻ സേഫ്റ്റി. ഗുഡ്. സീൻ സേഫ്റ്റി, രംഗസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അവിടെ എന്താണ് സംഭവിച്ചത്, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ അപകടത്തിൽ പെടുവോ എന്ന് നോക്കുക എന്നുള്ളത്. അത് പലപ്പോഴും അങ്ങനെ ധാരാളം ആൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് നോക്കൂ. പിന്നെ നമ്മളായിട്ട് എന്ത് ചെയ്യും? എന്താ ചെയ്യാം? ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഇതാണ് അല്ലേ? സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പൊതുവെ നമ്മളെ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാം സംഭവിക്കും. പക്ഷെ ആർക്ക് സംഭവിക്കൂല? നമുക്ക് സംഭവിക്കൂല. സംഭവിച്ചിട്ട് തരുന്ന പരിപാടിയാണ് എല്ലാവരും അങ്ങനെയാണ് അല്ലേ? സത്യ. ഇപ്പൊ നമ്മളെല്ലാവരും കുഴങ്ങി, എന്താ ചെയ്യാ നമുക്ക് പറയാൻ കഴിയും. സിമ്പിൾ കേസാണ്, സിമ്പിൾ കേസാണ്. ഇടപെടലുകൾ നമുക്കറിയാം. ഞാനിക്കും പറയാം, ബാക്കിയുള്ളവർക്ക് പറയും. ചെറുപ്പക്കാർ ധാരാളം ഉണ്ടല്ലോ, സന്തോഷമുണ്ട്. എന്താ ചെയ്യാ? വണ്ടി അല്ല, ഓക്കെ ഓക്കെ, അതൊക്കെ ആ സാഹചര്യത്തിലാക്കി വേണം. ഇത് വണ്ടി മറഞ്ഞു, നിറയെ ആളുള്ള ഒരു ബസ് അങ്ങനെ മറഞ്ഞിട്ടാണ്. നിങ്ങൾ പറയുന്നെങ്കിൽ എന്റെ അവസരം കേട്ടോ. അല്ലേ? ഇനി വേറെ പറയണ്ട, എല്ലാവർക്കും പറയാം. പറഞ്ഞു ഇവിടെ തെറ്റില്ല, പിഴവില്ല, കുറ്റല്ല. നമ്മളൊരു ടീമാണ്, നമ്മള് ചർച്ചയാണ്. മനോഹരമായ ചർച്ച, നല്ലൊരു ഉത്തരാണ്. വേറെ പറയണ്ടേ, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേന് അതിന്റെ അർത്ഥമുള്ളൂ. ഇപ്പൊ കുറെ ആളുകൾക്ക് ഒരു നക്ഷത്രം തെളിഞ്ഞില്ലേ? ഒരു സാമ്പിൾ ലത്തീഫ പറഞ്ഞു. നമ്മളൊരു കാര്യം, ഒന്നിന് ബസ്സാ പറഞ്ഞ നിറയെ ആളുണ്ട്. എന്താ ഉണ്ടാവുക? ആളുകൾക്ക് പരിക്കുണ്ടാവുമോ? ധാരാളം ആളുകൾക്ക് പരിക്കുണ്ടാവുമോ? ആശുപത്രി കൊണ്ടോണ്ടേ? ആശുപത്രി കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല വാഹനം ഏതാണ്? ആംബുലൻസ്. സിമ്പിൾ കേസാ. ഒന്നും നോക്കാല്ലേ, വലിയൊരു ബസ് അങ്ങോട്ട് മറിഞ്ഞു കണ്ടാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ആദ്യം ആംബുലൻസ് വിളിക്കേണ്ടി, ഒരു തർക്കമില്ലാതെ. എന്റെ അപ്പുറത്തുള്ള നിങ്ങൾക്ക് പറയാം, നമുക്ക് കേൾക്കാം കേട്ടോ. അങ്ങനെയാണ്. അതിൽ കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. ആംബുലൻസ് വിളിക്കാം, നമുക്കൊക്കെ അറിയാം. പക്ഷെ അറിയില്ല. നമ്മളൊക്കെ സാധനം ചെയ്യാം, ഓടി ചെന്നിട്ടാണ് കൂടിയിട്ട് പിന്നെ ഒരു കാട്ടിക്കൂട്ടലാണ്. കിട്ടുന്ന വണ്ടിക്ക് ഇങ്ങോട്ട് അങ്ങനെ. ആ ഓട്ടോറിക്ഷ ആദ്യം കിട്ടിയ നല്ല മനസ്സുള്ള ഓട്ടോറിക്ഷ, നല്ല മനസ്സുള്ള ഇടപെടും. ഒരു കൊണ്ടത് വെച്ചു കൊടുക്കുകയും ചെയ്യും. കുടിച്ച് കയറാനൊക്കെ നമുക്ക് കയറ്റും ചെയ്യും. നമുക്ക് അതിനെ കുറിച്ച് ബോധേടല്ല അല്ലെ? അതുകൊണ്ട് തന്നെ അത് ചെയ്യാം. അപ്പൊ ആംബുലൻസ് വിളിക്കുക. എങ്ങനെ ആംബുലൻസ് വിളിക്കുക? ആംബുലൻസിന്റെ നമ്പർ ഇവിടെ ബാവയൊക്കെ ഉണ്ട്. ഇത് പറയാതെ വയ്യ. ബാവ ഇത്തരം വിഷയങ്ങളിലൊക്കെ കുറച്ച് ഫോർവേഡാണ്. ആ വിഷയത്തിലേക്ക് ലാസ്റ്റ് വരാം. പുതിയ സംവിധാനത്തെയും അതിന്റെ രീതി നോക്കിക്കാണാൻ വേണ്ട പ്രവർത്തനമാണ്. പിന്നെ ആംബുലൻസിന്റെ നമ്പർ എത്രയാണ്? 108 അല്ലേ? 108. പിന്നെ ആംബുലൻസ് വിളിക്കും, പോലീസിനെ വിളിക്കുന്നു. നമ്പർ എല്ലാവർക്കും അറിയാലേ? പിന്നെ വേറെന്ത് ചെയ്യും? പിന്നെ 101 വിളിക്കണം. അതാരാ? 100ന്റെ മേലുള്ള ഒരാളിന്നാ അല്ല? ഓക്കെ ഓക്കെ, 101 ഫയർ ആൻഡ് റെസ്ക്യൂലെ വലിയൊരു ബസ് നമുക്ക് മനസ്സിലാക്കാം. അത്ര സാഹചര്യം ഉണ്ടാവില്ല, പറയാൻ പറ്റൂല. ഒരു പരിധി വിട്ട അപകടത്തിന് ഈ 3 നമ്പറുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയാൽ നമ്മളെ ഈ ഏർപ്പാട് മുതലായി, ഈ സംഘടിപ്പിച്ച മുതലായി. 1000 ആൾ ചെയ്യാൻ ചെറിയ വലിയൊരു പണിയൊക്കെ ചെയ്തത്, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വലിയ ദുരന്തം, അതുപോലെ വലിയൊരു ബസ് മറഞ്ഞതാണ്, അതുപോലത്തെ ഒരു വ്യാപ്തി കൂടിയ ദുരന്തമാണെങ്കിൽ അവിടെ വിളിക്കേണ്ട വേറെ നമ്പർ ഉണ്ട് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ ഇങ്ങനെ ഏതാ? നമ്മൾ മഴക്കാലത്തൊക്കെ കാണാം, പക്ഷെ അതൊക്കെ കുറിച്ച് അറിയില്ല. മഴക്കാലത്ത് ഉണ്ടാവും ഇങ്ങനെ ബന്ധപ്പെടുക അറിഞ്ഞാണ്ട് ഇങ്ങനെ ഒരു നമ്പർ വരും. നിങ്ങൾ ആരും പറഞ്ഞ എനിക്ക് സന്തോഷമായി. 112. ഓക്കെ, ഓർമ്മയിൽ കാണുകയല്ലേ? അത് മഴ ചെയ്യുമ്പോൾ വിളിക്കാനുള്ള നല്ലതിന്റെ കണക്ക്. അതായത് പരിധിയിലപ്പുറത്തേക്ക് അവിടെ പെട്ടെന്ന് താങ്ങാൻ കഴിയാത്ത ഒരു ദുരന്തമാണെങ്കിൽ 112 വിളിച്ചുള്ള ഗുണം എന്താ അറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, ആ നമ്പറിന് കാര്യം കോർഡിനേറ്റ് ചെയ്യും, അവര് ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്വയം പരിചയപ്പെടുത്തിയവർക്ക് വിശ്വാസ്യത കൂടും. അതോടൊപ്പം ചേർത്ത് പറയാം, അവിടെ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി, അവർക്ക് വരേണ്ട രീതി, അവർക്ക് നേരത്തെ വരേണ്ട റോഡ്
സ്ഥിരം വരുന്ന റോഡ് ബ്ലോക്ക് ആണെങ്കിൽ അതിൽ വരരുത്, മറ്റേ വഴി പറഞ്ഞു കൊടുക്കും. ഇത്ര ഭയങ്കര കുട്ടികളൊന്നും അല്ല, പിന്നെ കുട്ടികൾ നന്നായി ക്യാച്ച് ചെയ്യും കേട്ടോ, കുട്ടികൾ നിസ്സാരക്കാരല്ല. അപ്പോ ഇത്ര പറഞ്ഞ ഭാഗ്യങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ അത്ര സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. 112 വിളിച്ചിട്ട് ഇന്നാലും റോഡ് ബ്ലോക്കാണ്, ഇന്നാലും ഇത്ര ആള് മണ്ണിന്റെ അടി കുടുങ്ങി കിടക്കുന്നുണ്ട്, ആ രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഒരാൾ നയിച്ചിട്ട്, ഒരാളല്ല 1000 ആൾ നയിച്ചിട്ട് കാര്യമില്ല. അതിന്റെ കൊണ്ടുപോയി റോഡാകെ അടഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇവര് പറഞ്ഞ പോലെ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പോലീസുകാർക്ക് എന്ത് ചെയ്യാണെന്ന് തോന്നൂലേ? പോലീസുകാർക്ക് ചെയ്യാണ്ട് എപ്പോഴും ചെയ്യാണ്ട് അല്ലേ? അത്ര വലിയ സ്ഥലത്ത് എന്താ ഉണ്ടാവുക? ഒന്നും അറിയില്ലെങ്കിലും കുറെ നല്ല മനുഷ്യന്മാരുണ്ടാവും. തിരക്കിയാണ് രക്ഷാപ്രവർത്തനത്തിന് കുറെ ഒന്നും കൂടാത്ത ആളുകൾ ഉണ്ടാവും. കണ്ടില്ല എങ്ങനെയൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം? ഇങ്ങോട്ട് വാട്സപ്പ് ഗ്രൂപ്പ് കടക്കുമല്ലോ. എന്താ ഞാനിവിടെ എത്തിയിൽ വേണ്ടത് ഞാനത് ആദ്യം കണ്ടതെന്നുള്ള ഷെയറിങ് നമ്മളെ കൂട്ടത്ത് അങ്ങനെയല്ല. പക്ഷെ അങ്ങനത്തെ സംഭവമുണ്ട്. പക്ഷെ ആദ്യം ആളുകളൊന്ന് മാറിക്കാൻ പറഞ്ഞാൽ എന്താ പറയാ, എന്റെ നാപ്പാൻ്റെ വസ്തു ചോദിച്ചു. ആ മനുഷ്യന്മാരെങ്ങനെയാണ് പൊതുസമൂഹം വരെ സൈസ് ആളുകളുണ്ടാവും. പക്ഷെ പോലീസ് ഉണ്ടെങ്കിലോ മാറിക്കാൻ പറഞ്ഞാലോ പോലീസിനോട് ജോലി ചോദിക്കുവോ? ഭക്ഷണം ഫ്രീ ആയിരിക്കും ഇന്നലെ. അതുകൊണ്ട് അപ്പൊ അതാണ് ഇത് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമായി. ഈ നമ്പറുകൾ ഓക്കെ. പിന്നെ അത്തരം ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട കൃത്യമായിട്ടൊരു രീതിയുണ്ട്. അതുകൂടി പറയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ വൈകിപ്പോവും. അപ്പോ പിന്നെ നമ്മൾ അവിടെ ഇടപെടേണ്ട രീതി എന്നാലും പറയാതെ പോയി തെറ്റായ രീതിയിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യാം? അവിടെ നേരത്തെ പറഞ്ഞ നല്ല മനസ്സുള്ള ആളുകൾ അവിടെ ഇറങ്ങിയിട്ട് ആളെ പുറത്ത് ചാടിച്ചു പറഞ്ഞു. നമ്മളിതെന്താ ചെയ്യേണ്ടത്? സീൻ സേഫ്റ്റി നേരത്തെ ഇവിടെ പറഞ്ഞു അല്ലേ? നല്ലൊരു ഉത്തരം പറഞ്ഞല്ലോ, അടിപൊളി. അപ്പൊ സീൻ സേഫ്റ്റി നോക്കി പിന്നെ ചെല്ലുന്നു. പിന്നെ നമ്മള് ബസ്സിന്റെ ഡോറ് അടിഭാഗത്തായിരിക്കും, കയറാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ എന്താ ചെയ്യാം? ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിട്ടുള്ളിൽ നല്ല മനസ്സാവും. ഓക്കെ. പക്ഷെ ശരിക്കും വേണ്ടത് അങ്ങനെയാണോ? ആ ബസ്സിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറയാണ് ഒരാശയവിനിമയം, ഇങ്ങോട്ട് ഇറങ്ങി വരും, നിങ്ങളെ കൊണ്ടുപോകാൻ ആംബുലൻസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ പറയാം. എന്റെ അഭിപ്രായം അങ്ങനെ വേണ്ടിയെന്ന് ഞാൻ പറയണത്. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? പരിക്കില്ലാത്തവരും വലിയ പരിക്കില്ലാത്ത ആളുകളും കൊണ്ടുവരും. അതിൽ 2 ഗുണമുണ്ട്. ഒന്ന്, അവർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണ്ട. പിന്നെ നിറയെ ആളുകൾക്ക് നമ്മളെ കൂടെ അങ്ങനെ കയറിയാൽ കൂടുതൽ പ്രശ്നത്തിൽ പോകാൻ പറ്റും. പക്ഷെ സ്പേസ് ഇല്ല, സ്ഥലമില്ല. നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോഴോ അല്ല ഇതിലൂടെ ഇറങ്ങി വന്നാലോ, പരിക്കില്ലാത്ത കുറച്ചുകൊണ്ട് ഇറങ്ങി വന്നാല് അവിടെ സ്പേസ് ആയി. അതോടുകൂടി തന്നെ അവർക്കൊരു ശ്വാസം കിട്ടി, ഒരാശ്വാസമായില്ലേ? അതാണ്. അപ്പൊ പിന്നെ നമ്മളെ ഉള്ളിലുള്ള ആശയങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണോ ഗ്ലാസ് നമ്മൾ അടിച്ചു പൊട്ടിക്കഴിച്ചാല് അത് ചെയ്യുമ്പോ എന്താണ്? ഉള്ളിൽ ആളുണ്ടോ? ഗ്ലാസ് പൊട്ടി അവർക്ക് പരിക്ക് പറ്റുമോ? പറ്റും. നേരെ മറിച്ച് ഈ വസ്തു അങ്ങോട്ട് കൊടുത്താലോ, അവിടെ പരിക്കില്ലാത്ത ആളെ ചെയ്യുകയാണെങ്കിലോ ഗ്ലാസ് എടുക്കാൻ വരുന്നത് പുറത്തേക്ക് പരിക്ക് പറ്റുമോ? ഇല്ല. സിമ്പിൾ കേസാണ്. വെപ്രാളപ്പെടാൻ ബന്ധപ്പെട്ടാൽ അബദ്ധമാണ് അവിടെയാണ്. പക്ഷെ സമൂഹത്തിന് വളരെ അല്ലേ നല്ല മനസ്സും ആ രീതിയിൽ ആളുകളുണ്ട്. പക്ഷെ തെറ്റായ രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മൾ ഇടപെടേണ്ട ആളുകൾ ചുരുക്കത്തിൽ പറയാം, നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ആരെയാണ്? അത്തരം സാഹചര്യം പരിഗണിക്കേണ്ട ആരെയാണ്? കുട്ടികളെ, വയസ്സായവരെ. എങ്ങനെയാണ്? പക്ഷെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുതിർന്നവരെ ആദരിക്കുകയും കുട്ടികളെ സ്നേഹിക്കുകയും വേണമെന്ന്. കറക്റ്റ്. പക്ഷെ ഇവിടെ നമ്മളെ രീതി അങ്ങനെയല്ല. ഏറ്റവും പരിക്കുവെച്ച ആളുകൾ പരിഗണിക്കേണ്ട, ബോധമില്ലാത്ത ആളെ, ശ്വാസമുള്ള ആള്, അങ്ങനത്തെ ആളുകൾക്ക് ഒരു എന്താണ് കുറച്ച് നേരം കൂടെ കിടന്നാൽ അയാള് മരിച്ചു പോകും. പക്ഷെ കൊണ്ടുപോലെ എങ്ങനെയാണ്? ഇയാൾക്ക് എന്താ പറ്റുന്നൊരു നോക്കാൻ സമയം ഉണ്ടാവില്ല. എടുത്തിട്ട് ആദ്യം വന്ന ആംബുലൻസിന് വലിയ പരിക്കില്ലാത്ത ആളെ കൊണ്ടുപോകുക. പിന്നെ ഈ ബോധം കെട്ടി കിടക്കുന്ന ആളെ കൊണ്ടുപോകാന് ആംബുലൻസ് ഇല്ല. അങ്ങനെ പെരുന്തൽമണ്ണ തേരക്കാട് ബസ് അപകടം പലർക്കും ഓർമ്മ ഉണ്ടാവും, പത്രം വായിക്കുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. 15 ആളെ കണ്ടാ മരിച്ചത്. അത് മരണസംഖ്യ കൂടാനുള്ള കാരണം ഇതാണ്. പരിക്കില്ലാത്തവരുണ്ട് ആദ്യം സൗകര്യമുള്ള വണ്ടിയൊക്കെ പരിഗണിച്ചത്, മറ്റൊരു വൈകിട്ടില്ല. അപ്പൊ ബോധമില്ലാത്ത ആളാദ്യം പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ നല്ല ഹെഡ് ഇഞ്ചറി ഉള്ള ആളുകൾ, തലക്ക് നല്ല പരിക്കിട്ട് നമുക്ക് ബോധ്യപ്പെട്ട അത് നല്ല പരിഗണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ള ആളുകൾ, അകത്ത് ബ്ലീഡിംഗ് ഉണ്ട് സംശയം തോന്നിയാൽ അങ്ങനത്തെ ആളുകൾ ആദ്യം പരിഗണിക്കണം. പുറത്ത് കാണാൻ പാടില്ല. പക്ഷെ ചില ആളുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നീട് മരിച്ചിട്ടാണ്. അങ്ങനെ സംശയം ഉണ്ടായാലും എങ്ങനെ അറിയാം ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോന്ന്? വിരലിന്റെ ആറ്റി അങ്ങനെ നെക്കി പിടിച്ച് നോക്കി 2 സെക്കൻഡ് കൊണ്ട് നോർമൽ ബ്ലഡ് ലെവൽ ആവും.
അതായിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ആവശ്യമായ ബ്ലഡ് കൂടെ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം ബ്ലഡ് എവിടെ മിസ്സായിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ ആദ്യം പരിഗണിക്കുക. അതുപോലെ തൊടേലിന് പൊട്ടലുള്ള ആളുകളെ അത് ഏത് അപകടത്തിലാണെങ്കിലും ഹൈറ്റിൽ കൂടതാണെങ്കിലും ഒക്കെ തൊടേലിന് പൊട്ടലുണ്ട്. ഇവിടെ എന്തെങ്കിലും ഭാവവ്യത്യാസം കാണുന്നു, ഒന്ന് പ്രത്യേകം തടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഒരു വളവ് പോലെ എന്തെങ്കിലും ഒന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം ആളുകളെ ആദ്യം പരിഗണിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ എല്ല് തുടയല്ല, എല്ലാവർക്കും അറിയല്ലേ, ഏറ്റവും വലിയ രക്തക്കൊഴലും ഇതിനെ പാസ് ചെയ്യുന്നത്. അത് കുത്തി കീറിയിട്ട് 1.5 ലിറ്റർ രക്തം മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. പുറമേക്ക് കാണാൻ അത് കാര്യമായാലും ഇയാൾ കാര്യമാണ്. അത്തരം ആളുകളെയും ആദ്യം പരിഗണിക്കേണ്ടതാണ് അല്ലേ. കൈയൊടിഞ്ഞൊരു കാലൊടിഞ്ഞൊക്കെ ഉണ്ടാവില്ലേ നോർമലി, അത്തരം ആളുകളെ ആശ്വസിപ്പിച്ച് അതിനനുസരിച്ചുള്ള രീതിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ദുരന്തത്തിൽ ഒരു കാര്യം കൂടി ചെയ്യണം. തൊട്ടടുത്തുള്ള മെച്ചപ്പെട്ട ആശുപത്രികളിലേക്ക് വിവരം അറിയിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തൊട്ടടുത്ത് മെച്ചപ്പെട്ട ആശുപത്രികളിലൊക്കെ വിവരം അറിയിക്കുക. വലിയ ബസ്സൊക്കെ മറിച്ചപ്പെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കലും നല്ല കാര്യമാണ്. ധാരാളം ആളുകളുണ്ടെങ്കിൽ മദർക്ക് ഉടൻ വിളിക്കുക. എടവണ്ണപ്പാറ ഹോസ്പിറ്റലിൽ വിളിക്കുന്ന സംഗതിയുണ്ട്. കാലിക്കറ്റ് എയർപോർട്ട് ദുരന്തത്തില് മരണസംഖ്യ കൂടാൻ പ്രധാന ഒരു കാരണം എന്താ പറയുക, ഇവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്ക് പറ്റിയവരെയുമായിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാര് റെഡി ആയി നിൽക്കുകയാണ്. ഒരു ഔദ്യോഗിക സംവിധാനത്തിനാണ് അപകടം ഉണ്ടായത്. അതുകൊണ്ട് കലക്ടർ തന്നെയാണ് അത്യാവശ്യ വിഷയങ്ങൾ ഡയറക്റ്റ് ഇടപെടും. മലപ്പുറം കോഴിക്കോടിൽ നിന്ന് പ്രധാന ആശുപത്രിക്ക് വിവരം കൊടുത്തു. അതുകൊണ്ട് ഡോക്ടർമാര് പുറത്തുള്ള ഡോക്ടർമാര് ആശുപത്രിന്റെ അകത്തെത്തി ICU സെറ്റപ്പ് ആക്കി, ബെഡുകൾ ഓവർ വെച്ചു, എല്ലാം സൗകര്യപ്പെടുത്തി റെഡി ഇങ്ങനെ വെൽക്കം അടിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ ഇയാള് പറഞ്ഞ പോലെ അരമണിക്കൂർ നേരത്തെ ചികിത്സ കൊടുക്കുന്ന, അരമണിക്കൂർ നേരത്തെ പുറപ്പെട്ട് അരമണിക്കൂർ നേരത്തെ പുറപ്പെടാൻ പറ്റി. ഇതാണ്ടായത്. അപ്പൊ ഈ ഒരു ആവശ്യം എത്ര നിസ്സാര കാര്യമാണ്. ഒരൊറ്റ ഫോണിന്റെ മുടക്കുണ്ട്, അവിടെ റെഡിയായി. അതാണ്. അല്ല ആശുപത്രി എന്നാൽ അവിടെ മേജിക്കൊന്നുമില്ലല്ലോ, ഡോക്ടർമാര് വേണം എല്ലാം സെറ്റപ്പ് വേണം. അത് നമ്മളൊരു മെസ്സേജ് ഉണ്ടാവുമ്പോഴാണ് അവിടെ തയ്യാറാവുക. അതുകൂടി ഓർത്ത് വെക്കുക. പിന്നെ വലിയൊരു ദുരന്തമുഖത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് നേരത്തെ അറിയണവർ തന്നെയാണ്. പക്ഷെ എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ സാധിച്ചല്ലോ. റെഡിയല്ലേ? അത്തരം സാഹചര്യം നമ്മളെന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആദ്യം റെഡിയാക്കുക. അതിന്റെ ഗുണപരമൊക്കെ മനസ്സിലായത്. പിന്നെ അതാണ് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും അഭിപ്രായം സംശയം ഉണ്ടെങ്കിൽ പറയാൻ ചോദിക്കാറ്. ഞാൻ പറഞ്ഞില്ല, വൺ സൈഡ് അല്ല, നമുക്ക് ചോദിച്ചു പറഞ്ഞു മുന്നോട്ട് പോകാം. അതാണ് എന്റെ രീതി. ഒന്ന് നെക്കി പിടിക്കുക, എന്നിട്ടാണ് വിടുക. അത് 2 സെക്കൻഡ് സാധാരണ രീതി ഒന്ന് അമർന്നിക്കുമല്ലോ ഇങ്ങനെ നിൽക്കുമ്പോ. അതിങ്ങനെ വിട്ടില്ലെങ്കിൽ പഴയ മതിലിന് അത് 2 സെക്കൻഡ് ആവുന്നില്ലെങ്കിൽ അയാളെ നിരീക്ഷിക്കണം. അത് ഇന്റർനെറ്റ് ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകടം നടന്ന സ്ഥലത്ത് സാധ്യത ഉണ്ടല്ലോ. ഇപ്പൊ ഡ്രൈവർമാരെ പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് ജാമോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സാധ്യത കൂടി നമ്മൾ കണ്ടാൽ ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഭാവമാറ്റം സംഭവിച്ചാലും ഇത് ഞെക്കി നോക്കുക. ഓക്കെ. പിന്നെ ഇനി ഒരാള് ഹൈറ്റിൽ 2ാം നിലയിൽ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് നടക്കുകയാണ്. ഹൈറ്റിൽ നിങ്ങൾ വീഴും. ഓരോ വിഷയവും ധൈര്യത്തിന് ചെയ്ത് പല പ്രശ്നങ്ങളുണ്ടാവും. ഓരോ വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുക. ഇത് പറഞ്ഞാൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചർച്ച ചെയ്താലും പിന്നെ എന്താണ് സൂര്യനസ്തമിക്കാനാവുമ്പോൾ പിന്നീട് പിരിഞ്ഞു പോരാ. അതതിന് പോലെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കാര്യം അതാണ്. പ്രീ ഹോസ്പിറ്റൽ ആശുപത്രി എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം അപകടങ്ങൾ നടക്കുന്ന എവിടെയാണ്? ആശുപത്രി